ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്ക്, ഉണ്ണിക്കുരുന്നുകൾക്കൊക്കെ സുഖമാണോ? സുഖമാണോ? അതെയോ? ഓക്കെ, അങ്ങനെ സുഖമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഗുഡ്നസ് ടി വിയിലൂടെ കുഞ്ഞുങ്ങളായ നിങ്ങൾക്ക് വേണ്ടി കൊച്ചു 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 സന്ദേശങ്ങൾ മാജിക് എന്ന വിസ്മയത്തിലൂടെ പകരാൻ പോവുകയാണ്. മാജിക് എന്ന് പറയുന്നത് ഒരു വിസ്മയ കലയാണ്. എന്താണ്? വിസ്മയത്തിൻ്റെ ഒരു കലയാണ്. അപ്പോൾ ആ കല ഉപയോഗിച്ചും നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാം. മാജിക് കാണുന്ന ഇഷ്ടമാണോ? ഇഷ്ടമാണോ? എന്നാൽ പറയൂ. റെഡി 1 2 3 സ്റ്റാർട്ട്. പറഞ്ഞേ. റെഡി 1 2 3 സ്റ്റാർട്ട്. പ്രിയപ്പെട്ട മക്കളെ, ഈശോ മിശിഹ ജനിച്ചത് എവിടെയാണ്? ജന്മമെടുത്തത് ഒരു പുൽക്കൂട്ടിലാണ്, അല്ലേ? ശരിയല്ലേ? യോസപിതാവും മാതാവുമുള്ള ഒരു കുടുംബത്തിൽ ഈശോ ജനിച്ചു. നമ്മളെവിടെയാണ് ജനിച്ചത്? ഒരു കുടുംബത്തിലാണ്. നമുക്ക് പപ്പ, മമ്മി, പ്രിയപ്പെട്ടവരൊക്കെ ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. അപ്പം നമ്മൾ കുടുംബത്തിൽ ജനിച്ച് വളർന്ന് ആരെ പോലെ ആവണം? ബാലനായ ഈശോയെ പോലെയാണ്. ആരെ പോലെ? ബാലനായ ഈശോയെ പോലെ. ബാലനായ ഈശോ മാതാപിതാക്കൾക്ക് വിധേയരായി ജീവിച്ചു, അല്ലേ? ശരിയല്ലേ? അതുപോലെ നമ്മളും എന്തു ചെയ്യണം? മാതാപിതാക്കൾക്ക് വിധേയരായി കുടുംബത്തിൽ നമ്മൾ ജീവിക്കണം, അല്ലേ? ഇനി ഞാൻ കുടുംബത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. പപ്പയും മമ്മിയൊക്കെ ഓർത്തോ. ഇത് വീട്ടിലെ പപ്പ, ഇത് മമ്മി. ഇത് നോക്കിയേ, പപ്പയുണ്ട്, മമ്മിയുണ്ട്. പിന്നെ വീട്ടിൽ ഉള്ളത് മക്കളാണ്, അല്ലേ? പപ്പയുണ്ട്, മമ്മിയുണ്ട്, മക്കളുണ്ട്. ഇന്നിപ്പോൾ ഇത്രയും മക്കളൊന്നും വീടുകളിലില്ല. മക്കൾ വേണം, ദൈവം അത് ആഗ്രഹിക്കുന്നത്, അല്ലേ? എന്തായിരുന്നാലും ഇത് നോക്കി, ആദ്യത്തെ കൊച്ച് അനീഷ്, രണ്ടാമത്തെ കൊച്ച് ഫിനീഷ്, പിന്നെ മക്കളില്ല എന്നാണ് പറയണത്, അല്ലേ? അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ കുടുംബത്തിൽ ധാരാളം മക്കൾ ബാധ്യതയല്ല, വലിയ സാധ്യതയാണ്. മക്കൾ ശാപമല്ല, മക്കൾ അനുഗ്രഹമാണ്. കുടുംബത്തിൽ മക്കളില്ല, വല്ല സന്തോഷമുണ്ടോ? ഒരു സന്തോഷമില്ല. നോക്ക്, അപ്പോൾ അച്ഛനുണ്ട്, അമ്മയുമുണ്ട്, മക്കളുമുണ്ട്, അല്ലേ? ഈ കുടുംബം തിരുക്കുടുംബമായി മാറണം. ബാലനായ ഈശോ വളർന്നു വന്ന പോലെ, ഇല്ലേ? മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് വളർന്നു വന്ന പോലെ നമ്മളും മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് വളർന്നു വരണം. തിരുക്കുടുംബങ്ങളാകണം. തിരുക്കുടുംബമാകണമെന്ന് നോക്കിയേ, അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്. ആരുകൂടി വേണം? ദൈവം കൂടി വേണം. ഉണ്ടോ? ദൈവം കൂടി നമ്മുടെ വീട്ടിൽ വേണം. യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. കേട്ടെ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഈശോ വേണം, ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. കുടുംബജീവിതം നയിക്കുന്ന പപ്പയ്ക്കും അമ്മയ്ക്കും ഈശോ വേണം, എങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കുടുംബം നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ഇതേ നോക്കുക കേട്ടോ, എന്തോ നല്ല വീട്, ഞാൻ പിറന്ന വീട്, അച്ഛനുണ്ട് വീട്ടിൽ, സ്വർഗമാണ് വീട്. പക്ഷേ ചില കുടുംബങ്ങളിലൊക്കെ അപ്പൻ കുടിയനാണെങ്കിൽ നരകമാണു വീട്, അല്ലേ? നമ്മളെ വീട്ടിലൊന്നും അങ്ങനെ ഇല്ല.
ഇത് നോക്കുക കേട്ടോ, അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്. കുടുംബ സ്വർഗം എന്ന് പറഞ്ഞാൽ സ്നേഹം പരിപൂർണമായിട്ട് ആസ്വദിച്ച് അനുഭവിക്കുന്ന ജീവിതാവസ്ഥയാണ് സ്വർഗം എന്ന് പറയുക. അവിടെ പിതാവുണ്ട്, പുത്രനുണ്ട്, സകല വിശുദ്ധാത്മാക്കളുണ്ട്, മാലാഹമാരുണ്ട് സ്വർഗത്തിൽ, അല്ലേ? ശരിയല്ലേ? മരിച്ച ഒത്തൂരു ആത്മാക്കൾ സ്വർഗത്തിലുണ്ട്, ഇല്ലേ? അങ്ങനെയുള്ള ഒരു അവസ്ഥ, നല്ല ഒരു അന്തരീക്ഷം കുടുംബത്തിലുണ്ടാകണം. അപ്പോൾ കുടുംബം ഒരു സ്നേഹത്തിൻ്റെ ഭവനമാകണം, കാരുണ്യത്തിൻ്റെ ഭവനമാകണം, ആരാധനയുടെ ഇടമാകണം, ഗാർഹിക സഭയാകണം, ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ആയിട്ട് കുടുംബം മാറണം. നന്മ തിന്മകളൊക്കെ ഉത്ഭവിക്കുന്ന കുടുംബത്തിൽ നിന്നാണ്. അപ്പം നന്മ മാത്രം കുടുംബത്തിൽ നിന്ന് ഉത്ഭവിക്കണം. ഇതെന്നൊക്കെ കുടുംബസ്വർഗമാണെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുക കൂടി ചെയ്യണം. ദിവസവും ബൈബിൾ വായിക്കണം, ദിവസവും പ്രാർത്ഥിക്കണം, ജപമാല ചൊല്ലണം. അങ്ങനെ ആധ്യാത്മികതയിലൊക്കെ വളരുമ്പോഴാണ് കുടുംബസ്വർഗമായിട്ടുള്ളത്. ഇവിടെ നോക്കിക്കൊള്ളണം. ഇവിടെ ആരൊക്കെയുണ്ട്? ആദ്യം പറഞ്ഞത് അച്ഛൻ, രണ്ടാമത് അമ്മ, മൂന്നാമത് മക്കള്, നാലാമത് ദൈവം. അറിയാം ദൈവം. അപ്പം നോക്കിയിരുന്നു, അച്ഛനമ്മയും മക്കളുമായി സ്നേഹമോടെന്നും വസിക്കാൻ ദൈവമേ നിൻ്റെ സ്നേഹാരൂപിയെ നിൻ്റെ ദാസർക്കണേ. ദൈവത്തിൻ്റെ കൃപ, ഉന്നതത്തിൽ നിന്ന് കൃപ ലഭിച്ചവർക്ക് നന്നായി കുടുംബജീവിതം മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇന്നലകളെയൊക്കെ മറന്ന് ഒരു പുതുവർഷത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യണം? നല്ല തീരുമാനങ്ങൾ നമ്മളെടുക്കണം. നന്നായി പഠിക്കും, പള്ളിയിൽ പോകും, ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും, മാതാപിതാക്കളെ അനുസരിക്കും. അങ്ങനെ നല്ല തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഇന്ന് മുതൽ അങ്ങോട്ട് ജീവിക്കാൻ. അങ്ങനെ ബാലനായ ഈശോയെപ്പോലെ എനിക്കും വളരണോ? ആഗ്രഹമുണ്ടോ? അങ്ങനെ വരുമ്പോൾ നോക്കിയോ, ദൈവം നമ്മുടെ കുടുംബത്തിൽ അത്ഭുതം പ്രവർത്തിക്കും, അനുഗ്രഹം ചൊരിയും. നോക്കിക്കേ, കണ്ടോ, എൻ്റെ കയ്യിൽ എത്ര കർച്ചീഫുണ്ടായിരുന്നു? അച്ഛൻ, അമ്മ, മക്കൾ, ദൈവം. ഇവിടെ എത്രയുണ്ട്? ഒന്നേ ഉള്ളൂ. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. കണ്ടോ, ഞങ്ങളുടെ കുടുംബം ഇതുപോലെ തിരുക്കുടുംബങ്ങളാക്കി, നല്ല കുടുംബമാക്കി, ഐക്യമുള്ള സ്നേഹമുള്ള കുടുംബമാക്കി മാറ്റണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അതിനു വേണ്ടിയിട്ട് ഈശോ കുഞ്ഞുങ്ങളെ വിളിക്കുകയാണ്. കുഞ്ഞുങ്ങൾ വന്നേ, കുഞ്ഞുങ്ങളെ, കുഞ്ഞുമക്കളെ, എന്നരുകിൽ വന്നിടുവിൻ, തടയരുതേ ആരും അവരെ തടയരുതേ. യേശുനാഥൻ അരുളിയ തിരുവചനമിതാ, കുഞ്ഞുങ്ങളെ, കുഞ്ഞുമക്കളെ, എന്നരുകിൽ വന്നിടുവിൻ. ഈശോ വിളിക്കുകയാണ്, കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് വരട്ടെ എന്ന്. നോക്കണം കേട്ടോ, ഇതെന്താണ്? മുല്ലപ്പൂവിൻ്റെ മൊട്ടുകളാണ്, അല്ലേ? നോക്കിയേ, മുല്ലപ്പൂവിൻ്റെ മൊട്ട് കണ്ടോ? ഈ മൊട്ട് വിടർന്ന നല്ല പൂവ്, നല്ല സുഗന്ധം വരുത്തുന്ന പൂവായി മാറണം. ഇത് പിടിച്ചോളൂ, അത് പിടിച്ചോ, ഇത് പിടിച്ചോളൂ, ടിന്ന് പിടിച്ചോ. അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇവരെയൊക്കെ കാണിച്ചു കൊടുത്തേ. ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി ഈ അങ്കിളുടെ കയ്യിലിരിക്കുന്ന പാത്രത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ നോക്ക്, ഈശോയുടെ കയ്യിലേക്ക് കുഞ്ഞുങ്ങളായ നമ്മളെ ഓരോരുത്തരെയും നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കാൻ പോവുകയാണ്. പൊന്നുണ്ണി ഈശോയെ, ഞങ്ങളാകുന്ന പൂമൊട്ടുകൾ വിടർന്ന ജീവിത വിജയത്തിൻ്റെ ഉത്തമ സോപാനത്തിലേക്ക് പറന്നുയർന്ന നാളത്തെ IAS-കാരും IPS-കാരും എയർ ഹോസ്റ്റസും പൈലറ്റും കവിയും കലാകാരനും പത്രപ്രവർത്തകനും അച്ഛനും കന്യാസ്ത്രീയും വല്ല വിശുദ്ധരും വിശുദ്ധയും ഒക്കെ ആയി തീരണം. വേണം. അപ്പം അതുകൊണ്ട് ഈശോ പറയാ, കുഞ്ഞുങ്ങളെ, കുഞ്ഞുമക്കളെ. ഈശോ ഒന്ന് തൊട്ടാൽ നമ്മുടെ ജീവിതം മാറും. ആര് തൊട്ടാൽ? ഈശോ തൊട്ടാൽ ജീവിതം മാറും. നല്ല കുഞ്ഞുങ്ങളാവിഷ്ട ഡോമിനിസാവിയോയെ നമുക്കറിയാം, ഇല്ലേ? മരിയ ഉരയത്തി അറിയാം, കുട്ടികളുടെ മധ്യസ്ഥർ, അങ്ങനെ പലരും. നോക്കിയോ, ഇനി ഒന്നത്തെ തൊട്ടേ, ഈശോയെ ഞങ്ങളെ തൊടണമേ, ഈശോയെ ഞങ്ങളെ തൊടണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങൾക്ക് നല്ല സ്വഭാവം തരണമേ. ഈശോ ഒന്ന് തൊട്ടു, നമ്മളിതാ കവറ് മാറ്റി വെച്ചു. കണ്ടല്ലോ,
കവർ മാറ്റി വെച്ചു. ഇനി ഈശോ തൊട്ട മുല്ലപ്പൂ മൊട്ടുകളൊന്ന് എടുക്കാൻ പോവുകയാണ്. ഈശോ തൊട്ടപ്പോൾ ജീവിതം മാറുമെന്ന് പറഞ്ഞില്ലേ? സ്വഭാവ മാറ്റം ഉണ്ടാവും. കണ്ടോ, ആ മുല്ലപ്പൂ മൊട്ടുകളൊക്കെ വിടർന്നു പുഷ്പിച്ചു. കണ്ടു നോക്കിയേ, കണ്ടോ? അപ്പോൾ നോക്കുക, വിടർന്നു പുഷ്പിച്ചു. മനോഹരമായിട്ട് കുഞ്ഞുങ്ങളെ ഈശോ അടുത്തേക്ക് വിളിച്ച് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന ഈശോ. കണ്ടോ, ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ അങ്ങോട്ട് നോക്കി ചിരിച്ച് എല്ലാവരും നോക്കി പല്ല് കാണിച്ച് ചിരിച്ചേ, നന്നായിട്ട് ചിരിച്ചേ. ഞാൻ ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞാണ്. ഞാൻ നന്നായി പഠിക്കും, മിടുക്കരാകും, നന്നായി പ്രാർത്ഥിക്കും, ഞാൻ സഭയോട് ചേർന്ന് നിൽക്കും, വളർന്നു വരുമ്പോൾ കൂതാശകളോട് ചേർന്ന് നിൽക്കും. ഓക്കെ, ഈശോയ്ക്ക് ടാറ്റ കൊടുത്തരെ. പപ്പയ്ക്കും മമ്മിക്കും ടാറ്റ കൊടുത്തരെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ? ഈശോയുടെ മക്കളായി തീരണം. ആരുടെ മക്കള്? പറഞ്ഞേ, ഈശോയുടെ മക്കളായി തീരണം. അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ചോ. കണ്ടോ, എൻ്റെ കയ്യിൽ കുറത്ത് ഒരു തുണി തൊപ്പി പോലെ വെക്കാം അല്ലേ? ഇത് നോക്കിയേ. പക്ഷേ ഈശോ കുഞ്ഞുങ്ങളെ വിളിച്ചു, കുഞ്ഞുങ്ങളെ തൊട്ട് അനുഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്തേ വരട്ടെ എന്ന് പറയുന്നു. നോക്കിക്കോ, ശ്രദ്ധിച്ചോ. കണ്ടോ, നല്ല കുട്ടി ഉടുപ്പ് പോലെ. കണ്ടോ. അപ്പോൾ ഈശോയുടെ ഓമനപുത്രി. കണ്ടോ, ഈശോ വന്നിട്ട് പറയാണ്, മോളെ നീ എൻ്റേതാണ്, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നീ നല്ല മിടുക്കിയായിട്ട് വളരണം. കണ്ടോ, കൈ വീശി എല്ലാവരും സന്തോഷത്തോടെ. ഓക്കേ. പ്രിയപ്പെട്ട മക്കള് കാറ്റഗിസം ക്ലാസ്സിലൊക്കെ പോകാറുണ്ടോ? ഉണ്ട്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ടോ? കുടുംബ പ്രാർത്ഥനയിൽ വീട്ടിലെ പ്രാർത്ഥന ചൊല്ലാറുണ്ടോ? ഉണ്ട്. ബൈബിൾ വായിക്കാറുണ്ടോ? വായിക്കാൻ പഠിച്ചു തന്നേ ഉള്ളൂ അല്ലേ? കുറച്ച് ബൈബിൾ വായിക്കണം, ഇംഗ്ലീഷ് ബൈബിൾ വായിക്കണം, മലയാളം ബൈബിൾ വായിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് ഈശോയുടെ വചനമൊക്കെ കേൾക്കണം. ഈ ബൈബിൾ വായിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയാമോ? ശ്രദ്ധിച്ചു നോക്കിയേ. ഈശോ മിശിഹ പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന്. കറണ്ട് പോയാലും ഇരുട്ടായില്ലേ? ഈ ലോകത്ത് തിന്മകളുമൊക്കെ പെരുകാൻ കാരണം യേശുവാകുന്ന പ്രകാശം അവരുടെ മനസ്സിലില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഈശോ പറയുകയാണത് നോക്കണം, ശ്രദ്ധിച്ചിരിക്കണം. ബൈബിൾ വായിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ എന്തുണ്ടാവും? പ്രകാശം ഉണ്ടാവും, വെളിച്ചം ഉണ്ടാവും. ഈശോ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദിവസവും ഇങ്ങനെ ബൈബിൾ എടുത്ത് വായിച്ചു കഴിയുമ്പോൾ യേശുവാകുന്ന വചനത്തിൻ്റെ പ്രകാശം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ഈശോ മിശിഹ പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നോക്കി, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും. കണ്ടോ? അപ്പോൾ ഇരുട്ട് വരുത്തുന്ന വഴികളിലൂടെ ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ മദ്യം മയക്കുമരുന്ന് ലഹരി വസ്തുക്കളിലേക്കൊക്കെ പോകുമ്പോൾ മനസ്സിൽ പ്രകാശം ഉണ്ടെങ്കിൽ അവർ പോവുമോ? ഇല്ല. അതുകൊണ്ട് നോക്കുക, നമ്മൾ വളർന്നു വരുന്തോറും ഈ ബൈബിൾ വായിക്കുമ്പോൾ യേശു ചുമ്മാ പറഞ്ഞല്ല, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല, ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും. കണ്ടോ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? യേശുവാകുന്ന ആ പ്രകാശമാകുന്ന ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കണം. അപ്പോൾ നമ്മളൊക്കെ ഇരുട്ടിനെ പഴിക്കാതെ വെളിച്ചം തെളിക്കുന്ന നല്ല മക്കളായിട്ട് മാറണം. കണ്ടോ? ഒരു തിരി തെളിക്കുക, ഇങ്ങനെ തിരി തെളിച്ച് കഴിയുമ്പോൾ അവിടെ എന്ത് വരും? വെളിച്ചം വരും അല്ലേ? അപ്പോൾ അങ്ങനെ വെളിച്ചം വന്നു കഴിയുമ്പോൾ ഈശോയാകുന്ന വെളിച്ചം എന്നിലും എൻ്റെ ചുറ്റുപാടിലൊക്കെ വരുമ്പോൾ ആ ഈശോയുടെ അനുഗ്രഹത്തിൻ്റെ കൃപയ്ക്കടിയിൽ അല്ലേ താങ്ങും തണലുമായിട്ട് നമ്മൾ വളരണം. അപ്പോൾ ഈശോയാകുന്ന വെളിച്ചം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നോക്ക്, കണ്ടോ? അനുഗ്രഹത്തിൻ്റെ വലിയ ഒരു കുട, അനുഗ്രഹത്തിൻ്റെ കുടയുടെ കീഴിൽ നമുക്ക് വളർന്നു വരുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഈശോയെ കാണണം, ഈശോയെ അറിയണം, ഈശോയെക്കുറിച്ച് പഠിക്കണം, ഈശോയെ സ്നേഹിക്കണം. വേണ്ടേ? അതുകൊണ്ട് ഈശോയെ കാണണം. മോളിങ് വന്നേ. എനിക്ക് ഈശോയെ കാണാൻ ആഗ്രഹമുണ്ടോ? ഞങ്ങളൊരു ഫ്രെയിം കാണിച്ചു തരിക. ഇതിൽ ഈശോയെ കാണുന്നുണ്ടോ? ഒരു ചിത്രം കാണുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? തിരിച്ചും മറിച്ചും ഞാനത് എങ്ങനെയൊക്കെ കാണിക്കുക. നിങ്ങൾ ആരെയും കാണുന്നുണ്ടോ? ഇല്ല. മോള് കാണാൻ ആഗ്രഹമുണ്ടോ? എന്നാ ഇത് പിടിച്ചോ, കണ്ണടച്ച്.
എന്നിട്ട് ഈശോയെ, എനിക്ക് ഈശോയെ കാണണം എന്ന് മനസ്സിനുള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചേ. യേശുവിനെ കാണണം, എനിക്ക് യേശുവിനെ കാണണം. കണ്ടോ? ഇഷ്ടമായോ? ഇഷ്ടമായി? ഈശോയ്ക്ക് രൂപം തന്നെ. ആ കണ്ടോ, ഈശോയെ കാണാൻ ആഗ്രഹിച്ചു, ഈശോയെ കാണാൻ സാധിച്ചു അല്ലേ? അപ്പോൾ നമ്മുടെ ആഗ്രഹം അനുസരിച്ചാണ് ഈശോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരിക. ഈശോ നമ്മുടെ ഹൃദയത്തിൽ എന്നെന്നും വാസമാകുക. ഉണ്ണി ഈശോ ആയിട്ട് പറന്നു വന്ന ഉണ്ണി യേശു എൻ്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം? ദേ നോക്കിയേ, വളർന്ന് ബാലനായി 18 വയസ്സ്, 20 വയസ്സ്, 30 വയസ്സ്, 31 വയസ്സ് എനിക്ക് വേണ്ടി മരിച്ച ഈശോ എൻ്റെ ഹൃദയത്തിൽ വളർന്നു വരണം. അങ്ങനെ വളർന്നു വരുന്ന ഇടം നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാനോ കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പോൾ വന്നാം പൊന്നുമോൾക്ക് ഇതാ ഒരു കൊച്ചു സമ്മാനം, പ്രകാശം പോലെ പരത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സമ്മാനം തരുന്നു. പ്രിയപ്പെട്ട ഉണ്ണിക്കുരുന്നുകളെ, സുഖമാണോ? സന്തോഷമായിട്ടിരിക്കുന്നോ? ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദാഹമൊക്കെ അനുഭവപ്പെടാറുണ്ടോ? ദാഹിക്കാറുണ്ടോ? വിശക്കാറുണ്ടോ? വിശക്കുമ്പോൾ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കും. ദാഹിക്കുമ്പോൾ എന്ത് ചെയ്യും? വെള്ളം കുടിക്കും അല്ലേ? ശരിയല്ലേ? ഇവിടെ നോക്കിയേ, 2 പാത്രം മാജിക് അങ്കിളുടെ കയ്യിലുണ്ട്. കണ്ടോ? 2 പാത്രമുണ്ട്. ഇതിലെന്നാ ഉള്ളേ? ഒന്നുമില്ല എന്നാണ് പറയണത് അല്ലേ? ഈ ശൂന്യമായ അവസ്ഥ കണ്ടുകൊണ്ട് ഈശോ മിശിഹ പറയുകയാണേ, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ എന്ന്. ഓ ഉണ്ടോ? വേറെ ആര് പറയാനല്ലേ? ശരിയല്ലേ? ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ, അത് സൗജന്യമായി കുടിക്കട്ടെ. അപ്പോൾ ഈശോയെ നമ്മൾ സ്വീകരിച്ച് ഈശോയിൽ വളർന്നാൽ ഈശോ പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുന്ന പറയണേ. ഏതിൻ്റെ അരുവിയാ? ജീവജലത്തിൻ്റെ അരുവി. ഇത് നോക്ക്, ദാഹിക്കുന്നു എൻ ഹൃദയം, നീർച്ചാൽ തേടുന്ന മാൻപേടയെപ്പോലെ എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു. നോക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ദൈവമേ, എൻ്റെ ഹൃദയം, ഞാൻ ദൈവത്തിൽ നിന്ന് വന്നു, ദൈവത്തിൽ എത്തിച്ചേരുന്നവരെ എൻ്റെ ഹൃദയം ദാഹിച്ചുകൊണ്ടിരിക്കും അല്ലേ? നമ്മൾ എത്രമാത്രം ഈ ലോകത്തിലെ വെള്ളമോ അല്ലെങ്കിൽ എന്തൊക്കെ കുടിച്ചാലും എൻ്റെ ആത്മാവിൻ്റെ ദാഹം തീരുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ദൈവമേ, എൻ്റെ ഹൃദയത്തിൻ്റെ ദാഹം തീർക്കാൻ, നോക്ക്, ഹൃദയത്തിൻ്റെ ദാഹം തീർക്കാൻ അവിടുന്ന് വരേണമേ. ഈശോ പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. കണ്ടോ? അതാണ് ഈശോയിൽ വിശ്വസിച്ചാൽ ഇതുപോലെ. ഈശോ ഒരു വചനം ചുമ്മാ പറഞ്ഞിട്ടില്ല. ഈശോയിൽ വിശ്വസിക്കുകയാണെങ്കിൽ ഇതുപോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് ഒഴുക്കിക്കൊണ്ടിരിക്കും. അതിനായി ഈശോയ്ക്ക് നമ്മൾ നന്ദി പറയണം. അതോടൊപ്പം ഈശോ മിശിഹ വിളിക്കുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ. നോക്കിയേ, കണ്ടോ? ഈശോ പറയുക, അധ്വാനിക്കുന്നവരെ ഭാരം വഹിക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുത്ത് പോ. കണ്ടോ? നല്ല കൂടെയായിരുന്നാണ്, പക്ഷേ കീറിപ്പറഞ്ഞ് പാപമാർഗങ്ങൾ, പാപദുശീലങ്ങൾ, പാപവഴികൾ, അനുസരണക്കേടൊക്കെ കാണിച്ച് ചെറുപ്പക്കാരെ, പിള്ളേരെ, അവരിവരൊക്കെ നടക്കുന്ന വഴികൾ കണ്ടോ? പാപത്തിൻ്റെ പാപഭാരം ചുമന്നുകൊണ്ട് നടക്കുക. ഈശോ പറയാണ്, ഭയപ്പെടേണ്ട, എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈശോ നമ്മളെ ഓരോരുത്തരും വിളിക്കുക. നോക്കിയേ, നമ്മുടെ പാപങ്ങളെല്ലാം കഴുകി നമ്മൾ ശുദ്ധീകരിച്ച് വെണ്മയുള്ളവരാക്കി തീർത്ത് മിടുക്കനും മിടുക്കിയാക്കി മാറ്റി സ്വർഗത്തിന് നമ്മളെ അർഹരാക്കും. ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് ജനത്തിൻ്റെ പാപങ്ങളെ അവൻ മോചിപ്പിച്ച് വിശുദ്ധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിക്കണം, ഈശോയെ കീറിപ്പറഞ്ഞ പാപം നിറഞ്ഞ ജീവിതം മാറ്റിയിട്ട് ഇതാ വെണ്മയുള്ള ഒരു ഹൃദയമാക്കി എൻ്റെ ജീവിതത്തെ മാറ്റണമേ എന്ന് ആരോട് പ്രാർത്ഥിക്കണം? ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ 2024 ഒക്കെ കഴിഞ്ഞിട്ട് ഏത് വർഷത്തിലേക്കാണ് പ്രവേശിക്കുന്നത്? 2025. ഏത് വർഷത്തേക്ക് പ്രവേശിക്കുന്നു? 2025 പ്രവേശിക്കുമ്പോൾ നമ്മൾ ഒത്തിരി നന്മ ചെയ്യുന്നവരാകണം. വെറുതെ ചിലപ്പോൾ നമ്മൾ പള്ളി പോകണു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പക്ഷെ ഒരു നന്മയും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഈശോയ്ക്ക് അതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നോക്കിയേ, നമ്മൾ നന്മ ചെയ്യുന്നവരാകണം
അല്ലേ? ഇതൊരു തബല, ശബ്ദം പുറപ്പെടുവിക്കണ്ട, അല്ല ചുമ്മാ പടം വരച്ചിട്ട് കാര്യമല്ലോ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈശോയുടെ പകരക്കാരായി മാറാൻ നമുക്ക് കഴിയണം. ഈശോയുടെ സ്നേഹത്തിൻ്റെ സ്വരം വീട്ടുന്നവരായി കാണണം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, ഈശോയെ നിൻ്റെ ഉള്ളംകൈയിലെ ചലിക്കുന്ന ഒരു ഗിറ്റാറാക്കി എന്നെ നീ മാറ്റണമേ, നിൻ്റെ ഉള്ളംകൈയിലെ ചലിക്കുന്ന ഒരു വീണയാക്കി നീ എന്നെ മാറ്റണമേ. കടലാസ് ചിത്രങ്ങളല്ല, പിന്നെയോ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു വീണയായി, ഒരു ഗിറ്റാറായി മാറ്റണമേ എന്ന് നമ്മൾ പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ എന്താ അവിടെ സംഭവിക്കുക? നോക്ക്, ഓക്കെ ഉണ്ടോ? അപ്പോൾ ഈശ്വര എന്നെ നീ വീണയാക്കൂ, വീണയിൽ മീട്ടുന്ന രാഗമാക്കൂ. ഈശ്വര എന്നെ നീ ശബ്ദമാക്കൂ, ശബ്ദതരംഗിത ഗീതമാക്കൂ. അങ്ങനെ ഈശ്വരൻ്റെ ഉള്ളംകൈയിലെ ചലിക്കുന്ന ഉപകരണങ്ങളായി നമ്മൾ മാറണം. പ്രിയപ്പെട്ട മക്കളെ, 2024 നോക്കുമ്പോൾ ചില വൃക്ഷം കരിഞ്ഞുണങ്ങിപ്പോയി. ദൈവമില്ലാതിരുന്നപ്പോൾ, വേണ്ടത്ര വളവും വെള്ളവും ഇല്ലാതിരുന്നപ്പോൾ, ആ ഈശോയാകുന്ന നീരുറവിൽ നമുക്ക് ജലം ലഭിക്കാതെ വന്നപ്പോൾ എന്തുപറ്റി? മരം ഉണങ്ങി കരിഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇന്നലകളെയൊക്കെ മറന്നിട്ട് 2025 സ്വപ്നം കണ്ട് നല്ല കുഞ്ഞുങ്ങളായി, നല്ല വ്യക്തികളായി സ്വപ്നം കാണണം, ഭാവന കാണണം, വിശ്വസിക്കണം. എന്നെ ശക്തനാക്കുന്ന ദൈവത്തിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പഠിക്കുകയും സ്നേഹിക്കുകയും ജീവിക്കുകയെല്ലാം ചെയ്യുക. ഇതെവിടെ നോക്കിയിരുന്നേ? ഇതൊരു ഉണക്കമരമാണ്, അല്ലേ? അപ്പോൾ ഈശോമിശിഹാ പറഞ്ഞില്ല, ഉണങ്ങിയ കമ്പെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. അർത്ഥം എന്താണെന്നറിയോ? നരകത്തിൽ പോകുന്ന, നരകത്തിലേക്ക് ഇടുന്ന. മനസ്സിലായോ? അതുകൊണ്ട് നമ്മുടെ കൊച്ചു വൃക്ഷം അതെന്ത് ചെയ്യണം? പൂത്ത് തളിർക്കണം, വേണ്ടേ? അപ്പോൾ പൂത്ത് തളിർത്ത പരിശുദ്ധാത്മാവിൻ്റെ ധാരാളം ഫലങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്ന നല്ല കുഞ്ഞായി മാറണം. കണ്ടോ? ആ ഉണങ്ങിയ മരം പൂത്തു തളിർത്തു. ഇഷ്ടമായോ? ഇഷ്ടമെങ്കിൽ ഒന്ന് കൈയടിച്ച്. ഞാനും ഇതുപോലെ പൂത്ത് തളിർത്ത്, അല്ലേ, മനോഹരമായൊരവസ്ഥയിലേക്ക് ഞാനും കടന്നു വരും എന്നുള്ള ഒരു ഉറച്ച ബോധ്യത്തോടു കൂടെ നമ്മൾ പൂത്ത് തളിർക്കാം. 2025 എല്ലാവിധ ആശംസകളും പ്രത്യേകിച്ച് ഗുഡ്നസ് TV പ്രേക്ഷകർക്ക് ഈ കുഞ്ഞുമക്കളുടെ ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ ആശംസിക്കുകയാണ്. 2025 സമ്പൽ സമൃദ്ധമാകട്ടെ, ആരോഗ്യദായകമാകട്ടെ, സർവേ സന്തു നിരാമയ, സർവരും രോഗമില്ലാത്തവരായി തീരട്ടെ. ആത്മീയമായ ഉണർവിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും ഒരു നല്ല നാളുകൾ കടന്നു വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ജീവിതം എന്താക്കി തീർക്കാം? സുന്ദരമായ ഒരു ജീവിതം, പൂത്തു തളിർക്കുന്ന ഒരു ജീവിതം. ഇന്നലകളെ മറന്ന് നാളെ ലക്ഷ്യമാക്കി ഈ 2025 ലക്ഷ്യമാക്കി മുന്നോട്ട് ജീവിക്കുമ്പോൾ അതും കടന്ന് നമ്മൾ സ്വർഗത്തിലെത്തുക എന്നുള്ളതാണ്, നിത്യജീവനിൽ പ്രവേശിക്കുക എന്നതാണ് ദൈവം സ്വപ്നം കാണുന്നത്. ആ അവസ്ഥയിലെത്തുവാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം പൂത്ത് തളിർത്ത് ഫലം ചൂടുന്ന ആ ജീവിതമായി തീരട്ടെ. 2025 എല്ലാവിധ ആശംസകളും പരസ്പരം പറഞ്ഞ് 2025 ആശംസകൾ പറയൂ. മാജിക് അങ്കിളിനെ കൈ കൊടുക്കാൻ വന്ന് ക്ഷയിക്കാൻ വരിക. ഓക്കെ, 2025 ആശംസകൾ. ഓക്കെ, 2025 ആശംസകൾ. 2025 ആശംസകൾ. ഈ സൈഡിലേക്ക് നിന്നോ. നിങ്ങൾക്ക് 2025 പുതുവർഷത്തിൻ്റെ ഒരു സമ്മാനം ഞാൻ ഓരോരുത്തർക്ക് നൽകാൻ പോവുകയാണ്. ഗുഡ്നസ് TV മക്കൾക്ക് വേണ്ടിയിട്ട് 25 എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് സമ്മാനപ്പൊതികൾ കൈമാറുകയാണ്. ക്രിസ്മസ് പാപ്പ ഇല്ലേ, സമ്മാനപ്പൊതികളുമായിട്ട് വരും എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ സമ്മാനപ്പൊതികൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. സമ്മാനങ്ങളൊക്കെ കയ്യിൽ പറ്റിക്കൊണ്ട് ഇനി സമ്മാനം വേണമെങ്കിൽ ഇനിയും തരാം, പിടിച്ചോളൂ കേട്ടോ. ഈശോ ഉണ്ണി തരും ആനന്ദം, സ്വർഗീയാനന്ദം, ഉണ്ണി തരും ആനന്ദം, അതിരില്ലാത്ത ആനന്ദം. ആർക്കു വേണം ആർക്കതു വേണം, ഉണ്ണീശോയെ നോക്കിയിടുമ്പോൾ അവനരുളിയിടും, ഉണ്ണീശോയെ നോക്കിയിടുമ്പോൾ അവനരുളിയിടും. ലാലല്ലാ 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 la 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 la.